ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഏകദേശം 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഞാനത് കണ്ടത് പക്ഷേ ഇന്ന് രാവിലെയാണ്. ഞാൻ ആ വോയിസ് എടുത്ത് നോക്കുമ്പോൾ പുള്ളി ചോദിച്ചിരിക്കുന്നത്, പുള്ളി ഒരു ഫാമിലേക്ക് പോവുകയാണ് കുറച്ച് കോഴികളെ വാങ്ങിക്കാനായിട്ട്. 30 കോഴികളെ വാങ്ങിക്കുന്നുണ്ട്. എല്ലാ ദിവസവും മുട്ടയിടുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു കോഴിയാണ്. പുതിയതായിട്ട് ബ്രീഡ് ചെയ്തെടുത്തിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള കുറേ ഗവേഷണത്തിലൂടെയൊക്കെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള പുതിയ ഒരിനം കോഴികളാണ്. അപ്പോൾ അവരൊരു 30 കോഴികളെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. 4 മാസം പ്രായമായ കോഴികളാണെന്നൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിവസവും, അതായത് വർഷത്തിൽ 365 ദിവസവും അവരിൽ നിന്ന് മുട്ട കിട്ടും. ഏകദേശം 3 വർഷത്തോളം ഇതിങ്ങനെ തുടർച്ചയായിട്ട് മുട്ട കിട്ടും. അപ്പോൾ അതിനെ വാങ്ങിക്കാൻ പോവാണ്. എന്താണ് അഭിപ്രായം എന്നോട് ചോദിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ വോയിസ് കേട്ടത്. അദ്ദേഹത്തോട് ചോദിച്ചു, വാങ്ങിച്ചു കൊണ്ടുവന്നോ ചോദിച്ചു. പുള്ളി പറഞ്ഞാൽ വാങ്ങിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, മുട്ട കിട്ടുന്ന സമയമാകുമ്പോൾ ഒന്ന് വിളിക്കുമോ, എങ്ങനെയുണ്ട് മുട്ട, ഡീറ്റെയിൽസ് ഒന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് റിപ്ലൈ കൊടുത്തു. പക്ഷേ ഇത് ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. എല്ലാ ദിവസവും മുട്ട കിട്ടുന്ന കോഴികളുണ്ടാവും. അതായത് ഒരു വർഷത്തിൽ 365 മുട്ടകൾ നമുക്കൊരു കോഴിയിൽ നിന്ന് നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ അത് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല. ഏറ്റവും കൂടുതൽ മുട്ട കിട്ടുന്ന BV380 അതേപോലെ അങ്ങനെയുള്ള ഹൈബ്രിഡ് കോഴികളിൽ നിന്നാണെങ്കിൽ തന്നെ 300 മുതൽ 320 മുട്ടകൾ മാത്രമേ ഒരു വർഷത്തിൽ ലഭിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എല്ലാ ദിവസവും മുട്ടയിടുന്ന കോഴികളാണെന്നും പറഞ്ഞുകൊണ്ട് വിപണി നടത്തുന്നത്. ഇത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, അതായത് ഈ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ശരിയാണോ, ഇത് ആർക്കെങ്കിലും അങ്ങനെ അനുഭവത്തിലുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.